നമസ്കാരം. ഞാൻ നേപ്പാളിലെ മലയാളിയായ ബോബി. അപ്പോൾ ഞാൻ നാളെ നേപ്പാളിലേക്ക് തിരികെ പോവുകയാണ്. നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 26/2/2025. അപ്പോൾ ഞാൻ നാളെ കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്. ഞാൻ സാധാരണ എപ്പോഴും കൊച്ചിയിൽ നിന്ന് പോകുമ്പോൾ ഡൽഹി, ബോംബെ, കൽക്കട്ട, ഹൈദരാബാദ്, ബാംഗ്ലൂര് തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയുള്ള കണക്ഷൻ ഫ്ലൈറ്റിനാണ് സാധാരണ പോകാറ്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലങ്കൻ എയർലൈൻസിന് നാളെ ശ്രീലങ്ക കൂടി നേപ്പാളിന് പോകുന്നത്. അപ്പോൾ നേപ്പാൾ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് നമുക്കറിയാം, നമുക്ക് ഫ്ലൈറ്റ് വഴിയും അല്ലെങ്കിൽ ട്രെയിൻ വഴിയും നമുക്ക് നേപ്പാളിലേക്ക് വരാം. അപ്പോൾ ഈ ശ്രീലങ്കൻ എയർലൈൻസിന് പോകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്കൊരു അറിവ് കിട്ടി. കുറെ പേരൊക്കെ വന്നിട്ടുണ്ട്, കുറെ പേര് പോയിട്ടുണ്ട്. അതുവഴി ഇനി കുറെ പേർക്ക് അറിവില്ലാത്തവരുണ്ട്. അപ്പൊ നമുക്ക് ശ്രീലങ്ക വഴി പോകുമ്പോൾ നമുക്ക് ഒന്നാമത് ഫ്ലൈറ്റിന് ഫെയർ കുറവാണ്. ഞാനെടുത്ത ഫ്ലൈറ്റിന് ഏതാണ്ട് 9,430 രൂപയാണ് ആയിട്ടുള്ളൂ. ഞാൻ ഒരുപാട് പ്രാവശ്യം നേപ്പാളിലേക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കൂടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ശ്രീലങ്ക കൂടി പോകുന്നത്. അപ്പൊ എനിക്ക് കിട്ടിയ അറിവ് അനുസരിച്ച് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വിസയാണ്. ഒരു ദിവസം നമുക്ക് ശ്രീലങ്കയിൽ നമുക്ക് പുറത്തിറങ്ങി, എയർപോർട്ടിന് പുറത്തിറങ്ങി എല്ലായിടത്തൂടെ കൊണ്ട് സഞ്ചരിക്കാനുള്ള അനുവാദം ഉണ്ടെന്നും അത് സൗജന്യമാണെന്നും കിട്ടും. സൗജന്യം മീൻസ് നമുക്ക് വിസ ഫ്രീ കിട്ടും. ബാക്കി ചെലവെല്ലാം നമ്മൾ തന്നെ നോക്കേണ്ടി വരും. അപ്പൊ ഞാൻ നാളെ കൊച്ചിയിൽ നിന്നും ആ ഫ്ലൈറ്റിന് പോവുകയാണ്. അപ്പൊ ഞാൻ അതിന്റെ യാത്രാനുഭവങ്ങളെല്ലാം വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടും അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം, മാർച്ച് ഏപ്രിൽ 2 മാസം ഒരുപാട് മലയാളികൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്ന ഒരുപാട് ട്രാവൽസുകാര് എന്നെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 200-400 പേരിന് ഇടയ്ക്ക് നേപ്പാളിലുണ്ടാവും. എല്ലാവരുടെയും വിശേഷങ്ങൾ, അതിൽ ഒരു 95% പേര് എന്റെ വീട്ടിൽ വരുന്നുണ്ടാവും. നേപ്പാളിൽ വരുന്നവരുടെയൊക്കെ വീഡിയോസ്, അനുഭവങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരുപാട് പേര് നേപ്പാളിൽ നിന്ന് ജോലിക്കാരെ അന്വേഷിച്ച്, ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട്, ഒരുപാട് പേര് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നേപ്പാളിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ടൊന്ന് വിളിച്ചാൽ മതി, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ നാളെ കഴിഞ്ഞ് ഏകദേശം ഉച്ചയോടുകൂടി അവിടെ എത്തും. അന്ന് തന്നെ കുറച്ച് മലയാളീസ് എന്റെ വീട്ടിലുണ്ടാകും. കാരണം നമുക്ക് അവിടെ ഒരു പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മലയാളീസ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും എന്നെ. അതിന് പുറമെ കുറെ ട്രാവൽസുകാര്, അതേപോലെ കുറെ ഗ്രൂപ്പുകാര്, ഫാമിലി ക്ലബ്ബ്, അതേപോലെ തന്നെ നമ്മുടെ ലേഡീസ് ഓൺലി ഗ്രൂപ്പ് ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ വിളിച്ചവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞാൻ നാളെ കഴിഞ്ഞ് മുതൽ നേപ്പാളിൽ ഉണ്ടാകും. പിന്നെ ഒരു മെയ് മാസം വരെ എന്തായാലും ഞാൻ അവിടെ ഉണ്ടാവും. കാരണം അതിനുശേഷം ഞാൻ ഇടയ്ക്ക് നേപ്പാളിൽ നിന്ന് തന്നെ സിക്കിം, ഡാർജിലിംഗ് നിന്ന് കുറച്ച് മലയാളീസ് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ നേപ്പാളിൽ നിന്ന് അവരുടെ